എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എന്നെ വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് മറ്റൊരു വിഷയം നിങ്ങളുമായിട്ട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭൂമി എത്ര മനോഹരമാണല്ലേ. നമ്മുടെ സത്യത്തിൽ നമ്മുടെ ഈ സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കറങ്ങി കാണാൻ സാധിച്ചാൽ അതിൻ്റെ മനോഹരത നമുക്ക് മനസ്സിലാകാം. എന്ത് ഭംഗിയായിട്ടാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലാണ് ഈ ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഭൂമിയെയും ഗാലക്സികളെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ചവനായൊരു ദൈവത്തെയാണ് ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ബൈബിളിലെ ദൈവം സൃഷ്ടികർത്താവാണ്, ക്രിയേറ്ററാണ്, സകലത്തെ സൃഷ്ടിക്കുന്നു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഉണ്ടാകട്ടെ, ചന്ദ്രൻ ഉണ്ടാകട്ടെ, നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ, വൃക്ഷലതാദികൾ ഉണ്ടാകട്ടെ. അപ്പോൾ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ദൈവം ജീവിതത്തിൻ്റെ പലവിധ പ്രശ്നങ്ങൾ നടുവിൽ വളരെ സങ്കടം നിറഞ്ഞ സാഹചര്യങ്ങളിലൊക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലേ. പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും, ആരെന്നെ സഹായിക്കും, ആരെനിക്ക് ഒരു രക്ഷ നൽകും എന്നൊക്കെ പറയുന്ന ആളുകൾ. പക്ഷെ ബൈബിളിനകത്തേക്ക് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംഗതി, ബൈബിളിനകത്തുള്ള ദൈവം നമ്മുടെ വിഷയങ്ങൾക്കൊക്കെ പരിഹാരം വരുത്തുവാൻ പ്രാപ്തനായൊരു ദൈവം എന്നാണ്. പരിഹാരം വരുത്താൻ പ്രാപ്തനാണ്. ഒത്തിരി ഉദാഹരണങ്ങൾ ബൈബിളിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. മല പോലെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ, ഒരു കൊടിയ മല പോലെ ഉയർന്നു വരികയാണ്. മല പോലെ ഉയർന്നു വരുന്ന വിഷയത്തെയാണെങ്കിലും അത് ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കാൻ നമുക്ക് സാധിച്ചാൽ അതിന് മഞ്ഞുമല ഉരുക്കുന്ന പോലെ ഉരുക്കി കളയുവാൻ പ്രാപ്തനാണ് ഞാൻ പ്രസംഗിക്കുന്ന ബൈബിളിനകത്ത് പറയുന്ന ദൈവം. നിന്റെ ഭാര്യ യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും എന്ന് സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്. യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, പുലർത്തും. ഈ ജീവിതത്തിന്റെ യാത്രയിൽ നമുക്ക് പലപ്പോഴും ഈ ആത്മഹത്യ പെരുകുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? നമ്മുടെ പ്രശ്നം എന്തോ വലിയ പ്രശ്നമാണെന്ന് മനുഷ്യർ കരുതിയിട്ട് ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുവാനുള്ള ശ്രമം നടത്തുകയാണ്. ആത്മഹത്യ പാപമാണ്, ആത്മഹത്യ തെറ്റാണ്. ആത്മഹത്യ ചെയ്യുമ്പോൾ മനുഷ്യൻ വിചാരിക്കുന്നത് താൽക്കാലികമായ ജീവൽ പ്രശ്നത്തിൽ നിന്ന് ഞാൻ ഒളിച്ചൂടാം, എനിക്ക് രക്ഷപ്പെടാമെന്നാണ്. പക്ഷെ അല്ല, ആത്മഹത്യ എന്ന് പറയുന്നത് പാപമായിട്ടാണ് ബൈബിൾ കാണിക്കുന്നത്. ബൈബിളിൽ ഒത്തിരി പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ യൂദാസ് ഇസ്കറിയോത്ത എന്ന് പറഞ്ഞ ആ ശിഷ്യൻ, നമുക്കറിയാം, യൂദാസ് 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്തു. 30 വെള്ളിക്കാശിന്. അപ്പൊ 30 വെള്ളിക്കാശിന് യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവസാനം രക്ഷയില്ലാതെ വന്നപ്പോൾ ആത്മഹത്യ ചെയ്തിട്ടാണ് കാണുന്നത്. സൂയിസൈഡ് ചെയ്തു. എങ്ങനെ? തൂങ്ങി മരിച്ചു. ചരിത്രകാരന്മാർ പറയുന്നത് തൂങ്ങി മരിച്ചു. തൂങ്ങി മരിക്കും മുൻപ് തന്നെ കമ്പൊടിഞ്ഞ് താഴെ വീണിട്ട് താന് പാറക്കെട്ടിനുള്ളിൽ വീണ് ചിതറിപ്പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെന്തൊരു ചരിത്രമാണ്. അപ്പൊ ആത്മഹത്യ, സത്യത്തിൽ ആത്മഹത്യ ദൈവാശ്രയം ഇല്ലാത്ത മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൽ ആശ്രയിക്കാത്ത മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവനും സംബന്ധിച്ച് നിശ്ചയമായും ദൈവം ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി തുറന്നു തരുമെന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. ഒരിക്കൽ ബൈബിളിൽ തന്നെ എഴുതിയിട്ടുള്ളൊരു പ്രവാചകൻ, ഏലിയാവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ ഭാരമായി. അദ്ദേഹം ചിന്തിച്ചു, ഞാൻ എൻ്റെ മിനിസ്ട്രി, എൻ്റെ ശുശ്രൂഷ അവിടെ അവസാനിപ്പിച്ചേക്കാമെന്ന് കരുതി ചൂരച്ചെടിയുടെ നടുവിൽ പോയി ഒളിച്ചിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തില്ല. പക്ഷെ അദ്ദേഹത്തിന് പ്രാർത്ഥിച്ച പ്രാർത്ഥന വളരെ ശ്രദ്ധേയം അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, അയ്യോ കർത്താവേ മതി, ഞാൻ മടുത്തു, ഇനി ശുശ്രൂഷ വേണ്ട, ഇനി നിർത്തി. എനിക്ക് ഇസബേൽ എന്ന് പറയുന്ന രാജ്ഞി എനിക്കെതിരെ ആളുകളെ കൊല്ലുവാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. എൻ്റെ മരണം മുൻപിൽ ഞാൻ കാണുകയാണ്, മതി, എത്രമാത്രം ശുശ്രൂഷിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ജീവിത പ്രശ്നം വന്നപ്പോൾ അതിനെ പരിഹരിപ്പാൻ കഴിയുന്നില്ലെന്നു. അപ്പോൾ യഹോവയെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്ത് അവനെ ധൈര്യപ്പെടുത്തി എഴുന്നേൽപ്പിച്ച് നടത്തി. ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യ, ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാനായിരിക്കും, ആത്മഹത്യ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമല്ല. അതാണ് പ്രശ്നപരിഹാരമല്ല. 2, ആത്മഹത്യ പാപമാണ്. നമുക്ക് ആത്മഹത്യ ചെയ്യാതിരുന്നാൽ നമുക്ക് എപ്പോഴും യേശുവിനെ കണ്ടെത്താനും നിത്യജീവൻ പ്രാപിപ്പാനും കഴിയുമെന്നുള്ളതാണ്. എല്ലാവരെയും യേശു സ്നേഹിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏതൊരു നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം അവനെ നൽകുന്ന ലോകത്തെ സ്നേഹിച്ചെന്നാണ് യോഹന്നാൻ സുവിശേഷം 3-ാം 16 വാക്യത്തിൽ ഇരിക്കുന്നത്. എല്ലാവരും വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ, നശിക്കുവാൻ ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല.
ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി രക്ഷപ്പെടുവാനായിട്ട് ദൈവം മനുഷ്യന് നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സുവിശേഷന്മാരൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നതിന്റെ കാര്യം. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആത്മഹത്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആരോടെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാനുള്ളത്, ദയവായി ചെയ്യാതെ ഈശ്വരന്റെ അടുത്തേക്ക് മടങ്ങി വരണം. പ്രാർത്ഥിക്കാൻ നമുക്കറിയാം. ഈശ്വര, ദൈവമേ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്ന ഏതൊരുവനെയും പ്രാർത്ഥന കേൾക്കുവാൻ ജഗദീശ്വരൻ, ബൈബിളിൽ പറയുന്ന യഹോവയായ ദൈവം, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരുമെന്നുള്ള കാര്യത്തിൽ ആ സംശയമില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെ നടക്കുന്ന അനവധി ആളുകളെ ഈ വഴിയാത്രകളിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങളുടെ ആശയൊക്കെ അറ്റുപോയെന്നാണ്. ആശയൊക്കെ അറ്റുപോയി. ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ പൗലോസ് അപ്പോസ്തലന്റെ കാലഘട്ടത്തിൽ പൗലോസ് അപ്പോസ്തലനെ അവസാന സന്ദർഭത്തിൽ കൊണ്ടുപോകുന്ന വേളയിൽ ബോട്ടിൽ വെച്ച് അങ്ങനെ സംഭവം ഉണ്ടായി. ഈ ബോട്ട് വലിയ കൊടുങ്കാറ്റ് ഈ ബോട്ടിന് നേരെ ആഞ്ഞടിക്കുകയാണ്. പ്രതീക്ഷ എല്ലാം അസ്തമിച്ചു. അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായത്തിലാണ്. അതിനകത്ത് ഇങ്ങനെയാണ് ഒരു വാക്യമുള്ളത്, അവരുടെയൊക്കെ ആശ അറ്റുപോയി. അപ്പം അതായത് മരണം മുൻപിൽ കാണും. വലിയ പ്രതീക്ഷകളോടെ പോയതാണ്. അവർ ചിലർ ഉദ്യോഗസ്ഥരാണ്, ചിലർ പട്ടാളക്കാരാണ്, ചിലർ കപ്പലിൽ ജോലിക്കാരാണ്, അവർക്ക് ഫാമിലി ഉണ്ട്, മക്കളുണ്ട്. വലിയ പ്ലാനോട് കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അക്കരെ എത്താം, തിരിച്ചു വീട്ടിലെത്താം എന്നൊക്കെയുള്ള പ്രതീക്ഷയോട് പോവുകയാണ്. പക്ഷേ ഈ പ്രകൃതിയുടെ ഈ പ്രതിഭാസം കണ്ട് കൊടുങ്കാറ്റടിക്കുന്ന കണ്ടപ്പോൾ അവിടെ തകർന്നു പോകുമെന്ന് തോന്നത്തക്ക നിലയിൽ ഭീകരമായൊരു സാഹചര്യം ഉണ്ടായി. മരണം മാത്രമാണ് മുൻപിൽ. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരുടെയൊക്കെ ആശ അല്ല അറ്റുപോയെന്ന, ഇനി മരണം മാത്രം മുൻപ് കിട. അതിന് നടുവിൽ ദൈവാത്മാവുള്ള പൗലോസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ ഭാരപ്പെടണ്ട, ദൈവം നമുക്ക് അനർത്ഥം വരുത്തത്തില്ല. ദൈവം നമുക്ക് ഒരു കാര്യവും ദൈവം നമുക്ക് തിന്മയ്ക്കായിട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ ആശ്വാസം ഇറങ്ങോട്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ്, പ്രിയപ്പെട്ടവരെ, ദൈവം ഒരിക്കലും നമുക്കൊരു തിന്മയും ചെയ്യത്തില്ല. നമ്മുടെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മളെ ജീവിപ്പിക്കുന്നവനായ, അതിശയങ്ങളെ പ്രവർത്തിക്കുന്നവനായ സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ പ്രാപ്തനായ ദൈവമാണ്. ആശയൊക്കെ അറ്റുപോകുന്ന രംഗങ്ങൾ, സാഹചര്യങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന് നടുവിൽ ദൈവം പുതുവഴികളെ നമുക്ക് വേണ്ടി തുറന്നു. ദൈവം ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കും. ആരും തുറക്കാത്ത, ആർക്കും പ്രതീക്ഷിക്കാൻ പോലും വകയില്ലാത്ത, എല്ലാവരും അസാധ്യമായിരിക്കുന്ന ഒരു സാധ്യത ഈ ദൈവം നിങ്ങൾക്കൊരു തുറക്കുമെന്ന് ദൈവീയ വാക്തത്വം ഞാൻ വിളിച്ചു പറയുകയാണ്, ആത്മാവിൽ പറയുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കും. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴിയായിരിക്കും. നിങ്ങൾ സ്വപ്നം പോലും കാണാത്ത ഒരു മേഖലയായിരിക്കും. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത മേഖലയായിരിക്കും. അത് പല ആളുകളിലൂടെ, അത് ആരിലൂടെ നടത്തില്ല, പല ആളുകളിലൂടെ അത് ചെയ്യും. അത് ദൈവം തുറക്കുന്ന വഴിയാണ്. നിങ്ങൾക്കത് ദൈവം തന്നെയാണ് തുറന്ന് മനസ്സിലാകത്തക്ക നിലയിൽ ദൈവവിഷയം ചെയ്യുവാൻ ശക്തനായൊരു ദൈവം വഴി തുറക്കുന്നവനാണ്. ആത്മഹത്യ പ്രശ്നത്തിന്റെ പരിഹാരമല്ല, ആത്മഹത്യ ഭാവമാണ്. ആത്മഹത്യ ചെയ്താൽ നേരെ നരകത്തിലേക്കാണ് പോകുന്നത്. നരകം എന്ന് പറഞ്ഞാൽ പാപികൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു ഇടമാണ്, പിശാചിന് വേണ്ടി ഒരുക്കിയ ഇടമാണ്. ആത്മഹത്യ ചെയ്താൽ നരകത്തിൽ പോകുമെന്ന് പറയാൻ കാരണം, ആത്മഹത്യ ചെയ്തതിനു ശേഷം നമുക്ക് പശ്ചാത്തപിക്കുവാൻ സമയം കിട്ടാത്തതുകൊണ്ട്, പെട്ടെന്ന് മരണപ്പെടുന്നതുകൊണ്ട്, നമുക്ക് ഒരു പോംവഴി ഇല്ലാത്തതുകൊണ്ട് നേരെ നരകത്തിലേക്കാണ് പോകുന്നത്. ദയവായി ആരും ആത്മഹത്യ ചെയ്യരുത്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വഴി തുറക്കുവാൻ അവൻ ശക്തനാണ്. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്രിസ്മസിന്റെ ദിനങ്ങളിൽ ആശംസകൾ അറിയിക്കുന്നു. ദൈവം ഒരു പുതിയ വർഷത്തിൽ അനുഗ്രഹങ്ങൾ നൽകി ആദരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. എന്റെ പേര് മാർട്ടിൻ, കൃപ പബ്ലിക്കേഷൻസിൽ നിന്ന് സംസാരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.